നമസ്കാരം. നിങ്ങൾ 10ാം തരം പാസ്സായ ഒരു വനിതയാണെങ്കിൽ, നിങ്ങൾക്ക് 18 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസം 7000 രൂപ വരെ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്ന ഒരു പദ്ധതി ഇന്ന്, അതായത് ഡിസംബർ 9ാം തീയതി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതെ, ഭീമാ സഖി യോജന അല്ലെങ്കിൽ ഭീമാ സഖി സ്കീം എന്ന ഒരു സ്കീമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഫ്രീഡം മലയാളത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഫ്രീഡം മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രമുഖ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് ക്ലബ്ബ് ചെയ്തുകൊണ്ട്, LICയുമായിട്ട് ക്ലബ്ബ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഭീമാ സഖി യോജന എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് ഇൻഷുറൻസ് ഏജന്റുമാരാകാൻ അവസരം നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. സ്ത്രീകളുടെ ഉന്നമനം, സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഒരു വരുമാനം ലഭ്യമാക്കുക, അവർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ഈ ഒരു പദ്ധതിയുടെ പ്രഖ്യാപനം മുൻപേ നടന്നുവെങ്കിലും ഇന്നാണ്, ഡിസംബർ 9ാം തീയതിയാണ് ഇതിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നടക്കാൻ പോകുന്നത്. ഇനി എന്താണ് LICയുടെ ഭീമാ സഖി യോജന എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾ 10ാം തരം പാസ്സായ ഒരു സ്ത്രീയാണെങ്കിൽ, നിങ്ങൾക്ക് 18 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭീമാ സഖിയായി മാറാൻ സാധ്യമാണ്. ഇതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിമാസം 5000 മുതൽ 7000 രൂപ വരെ ശമ്പളം ലഭിക്കുന്നു. അതുകൂടാതെ മറ്റു ബോണസുകളും ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്യുന്ന ഓരോരുത്തർക്കും 2,64,000 രൂപ ഉണ്ടാക്കാൻ സാധിക്കും. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു ഭീമാ സഖി യോജനയിലേക്ക് എൻറോൾ ചെയ്യാനുള്ള അവസരമുള്ളത്. അതുകൂടാതെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ഈ ഒരു സ്കീമിൽ വർക്ക് ചെയ്യാൻ സാധ്യമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ, നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 18 വയസ്സുള്ള പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, വിദ്യാർത്ഥിനിയാണെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് പഠിത്തത്തോടു കൂടി ചെറിയൊരു വരുമാനം എന്ന രീതിയിൽ ഈ ഒരു LIC ഏജന്റ് ആവാനുള്ള അവസരം ഇവിടെ ഉണ്ട്. അതുകൂടാതെ നിങ്ങളൊരു സ്ഥിരം ജോലിയായിട്ട് ഇത് കണക്കാക്കുകയാണെങ്കിൽ അതിനുള്ള അവസരവും ഈ ഒരു യോജന പ്രകാരം, ഈ ഒരു സ്കീം പ്രകാരം അവൈലബിൾ ആണ്. ഒന്നുകൂടെ വിശദമായിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടെ ക്രിസ്പായിട്ട് പറയുകയാണെങ്കിൽ, സ്ത്രീകൾക്ക് LIC ഏജന്റുമാരാകാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഭീമാ സഖി യോജന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വുമൺ കരിയേഴ്സ് ഏജന്റ് എന്നും ഭീമാ സഖിയെ വിശേഷിപ്പിക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്യുന്ന വനിതകൾക്ക് ആദ്യത്തെ വർഷം സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നത്, ആദ്യത്തെ വർഷം 7000 രൂപ വെച്ചായിരിക്കും ഓരോരുത്തർക്കും സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നത്. അത് 2ാമത്തെ വർഷത്തിലേക്ക് വരുന്ന സമയത്ത് അത് 6000 രൂപയായി മാറുന്നു. 3ാമത്തെ വർഷം പ്രതിമാസം 5000 രൂപ വെച്ചായിരിക്കും സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നത്. അങ്ങനെ മൊത്തം 3 വർഷത്തിൽ നമുക്ക് സ്റ്റൈപ്പൻഡായി ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 2,16,000 രൂപയായിരിക്കും. ഈ സ്റ്റൈപ്പൻഡ് എമൗണ്ട് കൂടാതെ ഏജന്റ് എടുക്കുന്ന ആളുകൾക്ക് ഇൻഷുറൻസ് പോളിസി വിറ്റ് ലഭിക്കുന്ന തുകയിൽ നിന്നും ഒരു കമ്മീഷനും ലഭ്യമാണ്. ഈ സ്റ്റൈപ്പൻഡ് ലഭിക്കണമെങ്കിൽ കമ്പനി പറയുന്ന രീതിയിൽ ഇത്ര നമ്പർ പോളിസികൾ നമ്മൾ വിൽക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു ടാർഗറ്റ് നമുക്ക് തരും. ആ ടാർഗറ്റ് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോഴായിരിക്കും സ്റ്റൈപ്പൻഡിന് നമ്മൾ യോഗ്യരാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഭീമാ സഖി യോജനയ്ക്ക് കീഴിൽ വരുന്ന ആളുകൾ LICയുടെ ഡയറക്റ്റ് എംപ്ലോയി ആയിരിക്കില്ല. നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ തൊഴിലാളി ആയിരിക്കില്ല, നമ്മൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ആയിരിക്കില്ല എന്ന കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ 3 വർഷത്തെ സ്റ്റൈപ്പൻഡ് കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ വർഷത്തെ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 7000 രൂപയാണ് പ്രതിമാസം ലഭിക്കുക. അങ്ങനെ 7000 രൂപ 12 മാസം വെച്ച് ലഭിക്കുന്ന സമയത്ത് 84,000 രൂപയായിരിക്കും ആദ്യ വർഷത്തിൽ മൊത്തത്തിലായിട്ട് ഒരു സ്റ്റൈപ്പൻഡ് ഇനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അത് 2ാമത്തെ വർഷമാകുമ്പോൾ 6000 രൂപ വെച്ച് 12 മാസത്തേക്ക് 72,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നത്. 3ാമത്തെ വർഷം നോക്കുകയാണെങ്കിൽ 5000 രൂപ വെച്ച് 12 മാസത്തേക്ക് 60,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 2,64,000 രൂപയാണ് ബോണസ് അടക്കം നമുക്ക് സ്റ്റൈപ്പൻഡായി ലഭ്യമാകുന്നത്. ഇനി ഈ ഒരു സ്കീമിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയുമായി വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ സർക്കാർ നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് ഏജൻസിയാണ്. ഈ ഒരു ഏജൻസിയുടെ കീഴിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം, അത് നിങ്ങളുടെ കരിയറിൽ ഭാവിയിലും നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഞാൻ ആദ്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി, ജോലി ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ടും വർക്ക് ചെയ്യാം. നിങ്ങളൊരു വിദ്യാർത്ഥിനിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ
നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ഏജന്റ് ആയിട്ട് നിങ്ങൾക്ക് എൻറോൾ ചെയ്തുകൊണ്ട് പ്രതിമാസം ഒരു എമൗണ്ട് ഉണ്ടാക്കാം. അതല്ല നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരവും ഇവിടെ ലഭ്യമാണ്. സോ അത്തരത്തിലൊരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രധാന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ 3 വർഷം നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്തുള്ള സ്റ്റൈപ്പൻഡ് ലഭിക്കും. അതുകൂടാതെ മറ്റു ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ബോണസുകളും നിങ്ങൾക്ക് ലഭിക്കും എന്നത് മറ്റൊരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്കീമിന്റെ ഒരു സെക്യൂരിറ്റിയാണ്. 3 വർഷം നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കൃത്യമായിട്ട് ലഭിച്ചിരിക്കും. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, സ്ത്രീ ശാക്തീകരണം എന്നൊരു ഉദ്ദേശമാണ് ഈ പദ്ധതി കൊണ്ട് കേന്ദ്ര സർക്കാർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലെയും നഗരപ്രദേശങ്ങളിലെയും ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുന്നത് വഴി അവർക്ക് മികച്ച രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല, അവർക്ക് കൃത്യമായിട്ട് ഒരു ജോലി ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു കാര്യം കൂടി ഇവിടെ ഇൻവോൾവ് ആണ്. കൂടുതൽ പോളിസികൾ വിൽക്കുന്നത് വഴി കൂടുതൽ എമൗണ്ട്, കൂടുതൽ വരുമാനം ലഭിക്കാനുള്ള ഒരു അവസരവും ഇവിടെ ലഭ്യമാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് അനന്തമാണ്. നമ്മുടെ കഴിവനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ കോൺടാക്റ്റുകൾ വർദ്ധിപ്പിക്കുന്നത് വഴി അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് വഴി കൂടുതൽ പോളിസികൾ വിൽക്കാൻ നമുക്ക് സാധ്യമാവുകയാണെങ്കിൽ മികച്ച ഒരു വരുമാനം തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഈ ഒരു യോജനയിലേക്ക് എൻറോൾ ചെയ്യാൻ ആവശ്യമായ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് ആണ്. അതുകൂടാതെ ആധാർ കാർഡ്, പാൻ കാർഡ്, 10ാം തരം പാസ്സായ മാർക്ക് ഷീറ്റ്, അതുകൂടാതെ ഉപരിപഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ, ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഡിജിറ്റൽ കയ്യൊപ്പ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്കീമിലേക്ക് എൻറോൾ ചെയ്യാൻ ആവശ്യമായ പ്രധാനപ്പെട്ട രേഖകൾ. ഇനി ഈ ഒരു സ്കീമിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യണമെങ്കിൽ ആവശ്യമായ തുക എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ഫീസുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. LIC ഫീസായിട്ട് ഒരു 150 രൂപ, 150 റുപ്പീസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ IRDAI എക്സാമിനേഷൻ ഫീസായിട്ട് ഒരു 500 രൂപയും നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്താണ് IRDAI എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും. ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് IRDAI. നിങ്ങൾക്ക് ഇൻഷുറൻസ് വിൽക്കണമെങ്കിൽ ഈ ഒരു IRDAI എക്സാമിനേഷൻ നിങ്ങൾ പാസ്സായിരിക്കണം. അതിന്റെ ഒരു ഫീസായിട്ട് 500 രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു ഭീമാസഖി ഏജന്റായി മാറുന്നതിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഹൗ ടു അപ്ലൈ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. ആദ്യം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോവുക. അവിടെ പോയി കഴിയുമ്പോൾ റിക്രൂട്ട്മെന്റ് ഫോർ LIC's ഭീമാസഖി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. താഴേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്റ്റൈപ്പൻഡുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആദ്യത്തെ വർഷം 7000 രൂപ, രണ്ടാമത്തെ വർഷം 6000 രൂപ, മൂന്നാമത്തെ വർഷം 5000 രൂപ. കുറച്ചുകൂടെ താഴോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ദ ആപ്ലിക്കേഷൻ ഈസ് ലയബിൾ ടു ബി റിജക്റ്റഡ് ഇഫ് ദ ഇൻഫർമേഷൻ ഫർണിഷ്ഡ് ഈസ് ഇൻകംപ്ലീറ്റ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ പൂർണ്ണമല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ തള്ളിക്കളയാനുള്ള സാധ്യത ഇവിടെയുണ്ട്. ക്ലിക്ക് ഹിയർ ഫോർ ഭീമാസഖി എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ഫോമിലേക്ക്, ഒരു ആപ്ലിക്കേഷൻ ഫോമിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ്. ഇവിടെ കാണാം പേര്, ജെൻഡർ, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, ഇമെയിൽ ID, അഡ്രസ്, പിൻകോഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായവും നിങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും, പ്ലീസ് നോട്ട് ദാറ്റ് ടു എനേബിൾ ദ സബ്മിറ്റ് ബട്ടൺ ബിലോ മെൻഷൻ റേഡിയോ ബട്ടൺ വാല്യൂ മസ്റ്റ് ബി നോ. അതായത് താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നോ എന്ന ഉത്തരമാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം ഈ ചോദ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ആർ യു റിലേറ്റഡ് ടു എനി ഏജന്റ്, ഡെവലപ്മെന്റ് ഓഫീസർ, എംപ്ലോയി, മെഡിക്കൽ എക്സാമിനർ ഓഫ് LIC ഓഫ് ഇന്ത്യ. നിങ്ങൾ LIC ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആളുമായിട്ട് റിലേറ്റീവ് ആണോ, നിങ്ങൾ ബന്ധുക്കളാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് നോ ആണെങ്കിൽ മാത്രമേ നമുക്ക് സബ്മിറ്റ് ബട്ടണിലേക്ക് പോകാൻ വേണ്ടി സാധ്യമാകുള്ളൂ. അതുകൂടാതെ ഒരു ക്യാപ്ചയും നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ കാണാം MXO0NU എന്ന് പറയുന്ന ഒരു ക്യാപ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് തെറ്റായി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി സാധ്യമല്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിനായിട്ട്, നിങ്ങൾ ഈ ഒരു ഭീമാസഖി യോജനയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ ഈ പദ്ധതിയെക്കുറിച്ച്, ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പദ്ധതിയെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഉണ്ടെങ്കിൽ, അവർക്ക് തൊഴിൽ ചെയ്യാൻ താല്പര്യമുണ്ട്, അവർ ഒരു ജോലി അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്കുള്ള ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണിത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന, LICയുടെ കീഴിൽ വരുന്ന വളരെ മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഭീമാസഖി യോജന എന്ന് നിസ്സംശയം തന്നെ പറയാം. നിങ്ങൾക്ക് പേഴ്സണൽ ഫിനാൻസ്, ബിസിനസ്, ഫാമിംഗ് എന്നീ വിഷയങ്ങളിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് കണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഫ്രീഡം ആപ്പ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പേഴ്സണൽ ഫിനാൻസ്, ഫാമിംഗ്, ബിസിനസ് എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കോഴ്സുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഫ്രീഡം മലയാളത്തിന്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. കൂടുതൽ വീഡിയോകളുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. നമസ്കാരം.